തൃശൂർ കുന്നംകുളം സ്റ്റേഷനിൽ ഇപ്പോഴും ഇടിമുറികൾ ഉണ്ടെന്നാണ് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് വർഗീസ് ചൊവ്വന്നൂർ പറയുന്നത്. സ്റ്റേഷനിലെ പഴയ CI ഓഫീസ് വലിയ ഇടിമുറിയാണ്. സ്റ്റേഷന് മുകളിലെ നിലയിൽ ഒരു CCTV ക്യാമറ പോലുമില്ല. യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ കേസ് അവസാനിപ്പിക്കാൻ പോലീസ് സ്വാധീനിക്കാൻ ശ്രമിച്ചതായി വർഗീസ് ചൊവ്വന്നൂർ പറയുന്നു. വാക്കുകളിലേക്ക് ആദ്യം. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും ഇടിമുറി ഉണ്ടെന്നുള്ള സത്യം. പുതിയ ഇടിമുറി തുറന്നിരിക്കുകയാണ്. അതായത് സ്റ്റേഷനിലെ എല്ലാത്ത സ്ഥലത്ത് ഇടിമുറികളുണ്ട്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേർന്നത്. സേതു, വർഗീസ് ചൊവ്വന്നൂരിനെ ആദ്യം പരിചയപ്പെടുത്താം. ഈ VS സുജിത്ത്, മർദ്ദനമേറ്റ സുജിത്തിന്റെ നിയമ പോരാട്ടങ്ങൾക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് ഈ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള വർഗീസ് ചൊവ്വന്നൂർ. അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഒറ്റയ്ക്കായിരുന്നു ഈ യുവാവിനൊപ്പം ഉണ്ടായിരുന്നത് എന്ന് വേണം പറയാം. ഇന്ന് അദ്ദേഹത്തിന് അത് തുറന്ന് സമ്മതിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം അന്ന് പാർട്ടി നേതൃത്വവും യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തെയും ഒക്കെ മാറി മാറി കാണുകയും തങ്ങൾ നേരിടുന്ന പ്രശ്നം, ഈ ചെറുപ്പക്കാരന് നേരിട്ട ക്രൂരമായ മനുഷ്യത്വ വിരുദ്ധമായ അതിക്രമത്തെക്കുറിച്ച് അറിയിക്കുകയും പരാതി പറയുകയും ചെയ്തെങ്കിലും അന്ന് വേണ്ട വിധത്തിൽ നേതൃത്വം ഇടപെടാതിരിക്കുകയും അതേ തുടർന്ന് ഒരു സ്വന്തം വാശി എന്നുള്ള നിലയിൽ ഈ കേസിൽ സജീവമായി ഇടപെടുകയും ഈ ചെറുപ്പക്കാരന് നീതി വാങ്ങിച്ചു നൽകാൻ മുന്നിട്ട് നിൽക്കുകയും ചെയ്ത ആളാണ് ഈ വർഗീസ് ചൊവ്വന്നൂർ. അദ്ദേഹമാണ് ഈ കാര്യത്തിൽ നമ്മളോട് ഇന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്, സംസാരിക്കുന്നത്. ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ കാണാത്ത ഇടിമുറികൾ ഇനിയുമുണ്ട്. അവിടെ ക്രൂരമായ മനുഷ്യത്വ ലംഘനങ്ങളാണ് നടന്നു വരുന്നത്. പഴയ CIയുടെ ഓഫീസ് ഇപ്പോഴും ഇടിമുറിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സ്റ്റേഷനിലെ 1-ാം നിലയിൽ മാത്രമാണ്, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമാണ് CCTV ക്യാമറകളുള്ളത്. മുകൾ നിലയിലും മറ്റു മുറികളിലും ഒന്നും CCTV ക്യാമറകളില്ല. ഇവിടെ അതിക്രൂരമായ മർദ്ദനമാണ് സുജിത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. സുജിത്തിനെ ചെറുപ്പം മുതൽ അറിയാമായിരുന്നത് കൊണ്ട് മാത്രമാണ് തനിക്ക് ഈ ചെറുപ്പക്കാരനുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് മാത്രമാണ് ഈ കേസിനൊപ്പം നിന്നത്. കടുത്ത നിയമ പോരാട്ടം തന്നെ നടത്തേണ്ടി വന്നു.